നമസ്കാരം. പടവുകളുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്, ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ടീച്ചിങ്, ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നീ ടോപ്പിക്സ് ആണ്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സിലൊന്നാണ് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലെവൽസ് ഓഫ് ടീച്ചിങ് പറഞ്ഞിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നോട്ട്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഈ പോയിൻറ്റ്സൊക്കെ അനാവശ്യമായി, അതായത് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ റിമൂവ് ചെയ്ത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പലർക്കും അത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നാം. പക്ഷേ അതൊന്ന് റിമൂവ് ചെയ്യാൻ ഒരുപാട് പോയിൻറ്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നോട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ചില സെൻറ്റൻസസ് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ആശയം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് കരുതിയിട്ടാണ് അതൊന്ന് റിമൂവ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എക്സാമിനാണെങ്കിലും പല രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചെറിയ പോയിൻറ്റ്സ് പോലും ഇലോബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്നൊരു കൺഫ്യൂഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലും ഒരേ കാര്യങ്ങൾ, ഒരേ ആശയം തന്നെ പലതരത്തിൽ പറയുന്ന രീതിയിലുള്ള പോയിൻറ്റ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കി അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മതി. എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ചും UGC നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുള്ളത് പോലെ എല്ലാ പോയിൻറ്റ്സും പഠിച്ച് അതിനെപ്പറ്റി ഒരു എസ്സേയോ അതൊരു പാരഗ്രാഫോ ഒന്നും എഴുതേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അതിനനുസരിച്ച് വ്യക്തമായിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുകയും ആ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ മാത്രം മതി. അപ്പോൾ ടീച്ചിങ് ഈസ് എ സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രോസസ് വിച്ച് ഈസ് പ്ലാൻഡ് ഇൻ ഓർഡർ ടു എനേബിൾ ആൻ ഇൻഡിവിജ്വൽ ടു ലേൺ സംതിങ് ഇൻ ഹിസ് ലൈഫ്. വി ക്യാൻ ഡിസ്ക്രൈബ് ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ് ഇൻ ദ ഫോളോയിങ് വേ. അപ്പോൾ ടീച്ചിങ് എന്നൊരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ ഓരോ വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ടീച്ചിങ് ഈസ് എ കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്. Teaching is undertaken for society and by society. With ever-changing social ideas, it's not possible to describe the exact and permanent nature of teaching. അപ്പോൾ ടീച്ചിങ് ഒരു കംപ്ലീറ്റ് സോഷ്യൽ പ്രോസസ്സാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ മെയിൻ ക്യാരക്ടർ ഓഫ് ടീച്ചിങ് ഈസ് ടു പ്രൊവൈഡ് ഗൈഡൻസ് ആൻഡ് ലേണിംഗ്. അത് ടീച്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഒരു ഗൈഡൻസ്, ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. Teaching is giving information. Teaching tells students about the things they have to know and students cannot find themselves. Communication of knowledge is an essential part of teaching. അപ്പോൾ ടീച്ചേഴ്സ് അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. Teaching is an interactive process. Teaching is an interactive process between the student and the teaching sources which is essential for the guidance, progress and development of students. അപ്പോൾ ഒരു ഇൻട്രാക്റ്റീവ് ടീച്ചിങ് എന്ന് പറയുന്നത് തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ ഇതൊരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണ്. Teaching is a process of development and learning. Teaching causes a change in behavior. Teaching is an art as well as science. ടീച്ചിങ് നമ്മുടെ ബിഹേവിയറിൽ തന്നെ ഒരു ചേഞ്ച് കൊണ്ടുവരുത്താൻ സഹായിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളുടെയൊക്കെ അവർ പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്കൂൾ കാലഘട്ടത്തിൽ ഒരുപാട് അവരുടെ സ്വഭാവത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ടീച്ചിങ്ങിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഒരു ആർട്ട്, ഒരു കലയാണ്, അതൊരു സയൻസ്, ഒരു ശാസ്ത്രവുമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് ഈസ് ആൻ ആർട്ട് ടു ഗിവ് നോളജ് ടു സ്റ്റുഡൻസ് വിത്ത് എഫക്റ്റീവ് വേ. അതുപോലെ തന്നെ ടീച്ചിങ് ഈസ് എ സയൻസ് ടു എഡ്യൂക്കേറ്റ് ഫാക്ട് ആൻഡ് കോസസ് ഓഫ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. ടീച്ചിങ് ഒരു കലയാണ്. കാരണം എല്ലാവർക്കും ടീച്ചിങ് ഒരുപോലെ ചെയ്യാൻ പറ്റണമെന്നില്ല. പലരും പല രീതിയിലാണ് ടീച്ചിങ് ചെയ്യുന്നത്. ടീച്ചേഴ്സ് തന്നെ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ തന്നെ നിങ്ങൾക്ക് തന്നെ നമ്മൾ ഒരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ കാഴ്ചപ്പാടുണ്ടാവും ഒരു ടീച്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ചില ടീച്ചേഴ്സ് അതിനനുസരിച്ച് നമ്മളെ നല്ല രീതിയിൽ അതൊരു അവരുടെ ആ ഒരു ജോലി ഒരു കലയായി കണ്ട് ആ ഒരു രീതിയിൽ അവതരിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സയൻസ് ടീച്ചിങ് ഒരു ശാസ്ത്രമാണ്. എഡ്യൂക്കേറ്റ് ഫാക്ട് ആൻഡ് കോസസ് ഓഫ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. അപ്പോൾ ഒരു ശാസ്ത്രമാണ് എന്നും പറയാം. ടീച്ചർ ക്യാൻ ടീച്ച് ഇഫക്റ്റീവ്ലി ഇഫ് ഹി ഹാസ് ഫുൾ കോൺഫിഡൻസ് ഓൺ ദ സബ്ജക്റ്റ്. ഒരു ടീച്ചറിന് താൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് അവിടെ പഠനം നടക്കും. അതായത് ടീച്ചറിന് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും.
ടീച്ചിങ് എൻകറേജസ് സ്റ്റുഡൻസ് ടു ലേൺ മോർ ആൻഡ് മോർ. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു എൻകറേജ്മെൻറ്റും കിട്ടുന്നുണ്ട്. ടീച്ചിങ് ഈസ് എ ഫോമൽ ആസ് വെൽ ആസ് ഇൻഫോമൽ. അതായത് ടീച്ചിങ് ഫോമൽ ടീച്ചിങ്ങും ഉണ്ട്, ഇൻഫോമൽ ടീച്ചിങ്ങും ഉണ്ട്. ടീച്ചിങ് ഈസ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു സ്റ്റുഡൻസ്. In teaching, teacher imparts information in interesting way so that students can easily understand the information. അപ്പോൾ ടീച്ചിങ് എന്താണ് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻസ് ടു സ്റ്റുഡൻസ്. അതായത് ഇൻഫർമേഷൻ കുട്ടികൾക്ക് പകർന്ന് കുട്ടികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇൻ ടീച്ചിങ്, ടീച്ചർ ഇമ്പാർട്ട്സ് ഇൻഫർമേഷൻ ഇൻ ഇൻട്രസ്റ്റിംഗ് വേ സോ ദാറ്റ് സ്റ്റുഡൻസ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ദ ഇൻഫർമേഷൻ. അതായത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തന്നെ ഇതൊക്കെ നമുക്ക് നമ്മൾ സ്കൂളിലും കോളേജിലും പഠിച്ച് വന്ന കുട്ടികൾക്ക് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് എന്നത് മാത്രം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരുപാട് ഈ പോയിന്റ്സ് ഒന്നും വീണ്ടും വായിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് കേട്ട് പോയാൽ മാത്രം മതി. ടീച്ചിങ് ഈസ് എ ടൂൾ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു അഡ്ജസ്റ്റ് ഹിംസെൽഫ് ഇൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. അത് നമ്മൾ പണ്ട് മുതലേ പറയുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നതിലുപരി നമ്മുടെ സമൂഹത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ കൂടി ടീച്ചിങ്ങിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. അതായത് ടീച്ചിങ്ങിൻ്റെ ഫലമായിട്ട് ആ ഒരു ക്വാളിറ്റി കൂടി സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. ടീച്ചിങ് ഈസ് എ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ. അതായത് ഒരു ഫേസ് ടു ഫേസ് ഏറ്റുമുട്ടലാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് ഈസ് ഒബ്സർവബിൾ, മെഷറബിൾ ആൻഡ് മോഡിഫയബിൾ. ടീച്ചിങ് ഒബ്സർവബിൾ ആണ്, മെഷറബിൾ ആണ്, മോഡിഫയബിളും ആണ്. ടീച്ചിങ് ഈസ് എ സ്കിൽഡ് ഓക്യുപ്പേഷൻ. എവറി സക്സസ്ഫുൾ ടീച്ചർ ഈസ് എക്സ്പെക്റ്റഡ് ടു നോ ദ ജനറൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻസ്. അതൊരു സ്കിൽഡ് ഒക്യുപ്പേഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ടീച്ചേഴ്സും ജനറൽ ടീച്ചിങ് മെത്തേഡ്സും ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻസും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടീച്ചിങ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. പിന്നെ ടീച്ചിങ് ഈസ് ബോത്ത് എ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് പ്രോസസ്. ടീച്ചിങ് ഈസ് ഫ്രം മെമ്മറി ലെവൽ ടു റിഫ്ലക്റ്റീവ് ലെവൽ. ഇവിടെ ടീച്ചിങ്ങിനെ പറ്റി നമ്മൾ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. മെമ്മറി ലെവൽ ടു റിഫ്ലക്റ്റീവ് ലെവൽ, ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ്. മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, ഇതൊക്കെയാണ് ലെവൽസ് ഓഫ് ടീച്ചിങ്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മെമ്മറി ലെവലിലാണ് ടു റിഫ്ലക്റ്റീവ് ലെവൽ. ടീച്ചിങ് ഈസ് എ കണ്ടിന്യൂം ഓഫ് ലേണിംഗ്, കണ്ടീഷനിങ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻഡോക്രിനേഷൻ. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നത് വിശദമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ടീച്ചിങ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം കണ്ടീഷനിങ് ആസ് ഇറ്റ് എയിംസ് ടു ഡെവലപ്പ് ഇൻ്റലക്ട് ആൻഡ് ഹാസ് broader scope with a vast curriculum, while on other hand, conditioning is the modification of behavior and learning habits. In conditioning, the curriculum is fixed and done by the repetition of the behavior. അപ്പോൾ ടീച്ചിങ്, ട്രെയിനിങ്, കണ്ടീഷനിങ്, ഇൻഡോക്രിനേഷൻ ഇവയൊക്കെ എന്താണ് എന്നതാണ് പറയുന്നത്. അതായത് ടീച്ചിങ് എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്നതിനാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷനിങ് എന്താണ്? കണ്ടീഷനിങ് ഇവിടെ പറയുന്നുണ്ട്, it aims to develop the intellect and has broader scope with a vast curriculum, while on the other hand, conditioning is the modification of behavior and learning habits. ഒരു കുട്ടിയുടെ ഹാബിറ്റ്സും ലേണിംഗ് ഹാബിറ്റ്സും അതുപോലെ തന്നെ സ്വഭാവമൊക്കെ മാറ്റിയെടുക്കുന്നതിനെയാണ് കണ്ടീഷനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ടീച്ചിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ട്രെയിനിങ്. ഇനി പറയുന്നത് ട്രെയിനിങ് ആണ്. ആസ് ടീച്ചിങ് ഇസ് മോസ്റ്റ്ലി തിയററ്റിക്കൽ ആൻഡ് യൂഷ്വലി റെഫേഴ്സ് ടു ക്ലാസ് റൂം ലേണിംഗ്, വൈൽ ട്രെയിനിങ് ഇസ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു വർക്ക്ഷോപ്പ്, സെമിനാർസ്, റോൾ പ്ലേസ്, സിമുലേഷൻസ് എക്സെട്ര. സ്കിൽ ഡെവലപ്മെൻറ്റ് ഈസ് എ കീ ആസ്പെക്റ്റ് ഓഫ് ട്രെയിനിങ് പ്രോസസ്സ്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരു കാര്യത്തിൽ ട്രെയിൻ ചെയ്യുക എന്നതിനെയാണ് ട്രെയിനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ പറയുന്നുണ്ട്, ട്രെയിനിങ് ഈസ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആൻഡ് റെഫേഴ്സ് ടു വർക്ക്ഷോപ്പ്, സെമിനാർസ്, ഇതിലൊക്കെ കൂടി നടക്കുന്ന ട്രെയിനിങ്ങിനെയാണ്, അതാണ് ടീച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം. സ്കിൽ ഡെവലപ്മെൻറ്റ് ഈസ് എ കീ ആസ്പെക്റ്റ് ഓഫ് ട്രെയിനിങ് പ്രോസസ്സ്. പിന്നെ ടീച്ചിങ് and instruction are different, as instruction is the act of telling the learner what to do or what not to do, to impart knowledge of specific subjects, while teaching means the development of the potential of an individual. ഇപ്പോൾ ടീച്ചിങ് ഒരു ഇൻഡിവിജ്വലിൻ്റെ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യാൻ ഒക്കെയാണ് ടീച്ചിങ് സഹായിക്കുന്നത്. എന്നാൽ അത് ഇൻസ്ട്രക്ഷനായിട്ട് ഇൻസ്ട്രക്റ്റ് ചെയ്യുക എന്നതിലൂടെ നമുക്കറിയാലോ, ഇൻസ്ട്രക്ഷൻ ഇസ് ദ ആക്ട് ഓഫ് ടെല്ലിങ് ദ ലേണർ വാട്ട് ടു ഡു ഓർ വാട്ട് നോട്ട് ടു ഡു. അപ്പോൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം എന്നതൊക്കെ ഇൻസ്ട്രക്റ്റ് ചെയ്യുന്നതിനാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്.
പിന്നെ ടീച്ചിങ് ആൻഡ് അടുത്തതായിട്ട് വരുന്നത് ഇൻഡോക്രിനേഷനാണ്. അപ്പോൾ ഇൻഡോക്രിനേഷൻ പോസസ് ദ ബിലീഫ് ദാറ്റ് ദർ ഈസ് ഓൺലി വൺ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം വൈൽ ടീച്ചിങ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഓഫൺ ടു ദ സെയിം പ്രോബ്ലം. അപ്പോൾ ടീച്ചിങ്ങിൽ ഒരു പ്രോബ്ലത്തിന് തന്നെ പല തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് ടീച്ചിങ്ങിലൂടെ പറയുന്നത്. പക്ഷേ ഇൻഡോക്രിനേഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ദർ ഈസ് ഓൺലി വൺ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളത് എന്നത് ഒരു ഉപദേശിച്ച് അത് തന്നെ എന്താ പറയുക അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ. അതായത് ഇൻഡോക്രിനേഷൻ പ്രോസസ് ബിലീവ് ദാറ്റ് ദർ ഈസ് ഓൺലി വൺ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം വൈൽ ടീച്ചിങ് പോയിൻറ്റ്സ് ഔട്ട് ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് സൊല്യൂഷൻസ്. അതാണ് ഇൻഡോക്രിനേഷനും ടീച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ടീച്ചർ എന്താണ്? ടീച്ചർ പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ആസ് ഫെസിലിറ്റേറ്റർ ഓഫ് ലേണിംഗ്. By adopting the best teaching techniques and efficient methods to teach could explore the right talent of the learners to help them towards quality learning process. It depends on various factors of teacher: educational qualification, skills, experience, subject matter. അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചേഴ്സിന് ഉണ്ടാവേണ്ട ക്വാളിറ്റീസ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, സ്കിൽസ് ഉണ്ടായിരിക്കണം, ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ സബ്ജക്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്തായിട്ട് ലേണിംഗ് ഈസ് മോസ്റ്റ് ഇഫക്റ്റീവ് വെൻ ദ ഡിഫറൻസസ് ഇൻ ലേണേഴ്സ് ലാംഗ്വേജ്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബിഹേവിയേഴ്സ് ആർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. It's necessary to take note of intelligence, ethnic group, race, belief, and socio-economic status of the learners, which can influence the teaching in the classroom. Every individual is different with other in terms of physical, social, and cultural orientation. These aspects make learner different from one another. അപ്പോൾ ഇവിടെ ലേണർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് environment and other factors: support materials, instructional facilities, learning environment, classroom environment, socio-economic factor. അപ്പോൾ ഇതൊക്കെയാണ് ടീച്ചിങ് എൻവയോൺമെൻറ്റിലെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ടീച്ചിങ്. ബേസിക് റിക്വയർമെൻറ്റ്സ് എന്താണ്? അതായത് ടീച്ചിങ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രക്രിയ നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ടീച്ചർ ഉണ്ടായിരിക്കണം, ലേണർ ഉണ്ടായിരിക്കണം, സബ്ജക്റ്റ് അതായത് ഏത് ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എൻവയോൺമെൻറ്റ്, പിന്നെ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. പിന്നെ സ്കിൽസ്, എന്തൊക്കെ സ്കിൽസാണ് ഒരു ടീച്ചറിന് ഉണ്ടായിരിക്കേണ്ടത്? നോളജ് ഉണ്ടായിരിക്കണം, അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, പേഷ്യൻസ് ഉണ്ടായിരിക്കണം, പിന്നെ കോൺഫിഡൻ്റ് ആയിരിക്കണം, പിന്നെ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അതായത് ടീച്ചറിന് അറിയാവുന്ന കാര്യങ്ങൾ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ, അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ടായിരിക്കണം. അടുത്തായിട്ട് പ്രധാനപ്പെട്ട ടോപ്പിക് ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. എ ലേണർ ഈസ് someone who is consistently learning. We all are the learner at some or other points, അതായത് some or the other time in our daily life. To be precise, a learner at a particular time is that person who is learning about a particular subject. അതായത് ലേണർ എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളെ നമുക്ക് ലേണർ, അത് ഒരു കൊച്ചുകുട്ടിയായിരിക്കണം എന്നില്ല. നമ്മളൊരു കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലേണറാണ്. For a decision maker, it's important to know the learner's characteristics. It's essential to know what factors affect their learning. അപ്പോൾ ലേണിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലേണിംഗ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ദാറ്റ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് ന്യൂ ഓർ മോഡിഫൈങ് എക്സിസ്റ്റിംഗ് നോളജ്, സ്കിൽസ്, വാല്യൂസ്, ബിഹേവിയർ ആൻഡ് പ്രിഫറൻസസ്. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും പുതിയ കാര്യം തന്നെ പഠിക്കുക എന്നതായിരിക്കണം എന്നില്ല. നമുക്കറിയാവുന്ന കാര്യത്തിൽ തന്നെ അത് മോഡിഫൈ ചെയ്യാനായിട്ട്, അതിനെപ്പറ്റി വിശദമായിട്ട് കൂടുതലായിട്ട് പഠിക്കുന്നതിനൊക്കെ നമുക്ക് ലേണിംഗ് എന്ന് പറയാം. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ മെനി സച്ച് ആസ് പേഴ്സണൽ, അക്കാഡമിക്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് കോഗ്നിറ്റീവ് ഇൻ നാച്ചർ. ഇപ്പോൾ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ അബൌട്ട് ദ ലേണർ സച്ച് ആസ് ഏജ്, ജെൻഡർ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, maturation, language, social economic status, and specific needs of a learner group such as particular skills and disabilities for or impairments to learning. അപ്പോൾ ഇവിടെ പറയുന്നത്
എന്തൊക്കെ ഫാക്ടേഴ്സാണ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്? അവരുടെ ലേണറിൻ്റെ ഏജ്, ചെറിയ കുട്ടികളാവും വലിയവരാകും. ലേണേഴ്സ് ഇന്ന വയസ്സിനുള്ളിൽ പെടുന്ന ആൾക്കാരാവണമെന്നൊന്നുമില്ല. അപ്പോൾ അവരുടെ ഏജ്, അതുപോലെ തന്നെ അവരുടെ ജെൻഡർ, അവർ സ്ത്രീയാണോ പുരുഷനാണോ, അതുപോലെ തന്നെ അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം, അതുപോലെ തന്നെ അവരുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ലാംഗ്വേജ്, ഇതൊക്കെയാണ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ respondents including the educational type, educational level and knowledge. The learner has social or emotional characteristics. അപ്പോൾ അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് അവരുടെ എഡ്യൂക്കേഷൻ ടൈപ്പും ലെവലും ഒക്കെയാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. Cognitive characteristics of learner can be described such as memory, mental pressure, solve problems, intellectual level, remembers, organizes and store information in the brain. Cognitive എപ്പോഴും മെമ്മറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ലേണറിൻ്റെ മെമ്മറി, അവരുടെ മെൻ്റൽ പ്രഷർ, പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ആ ഒരു കഴിവ്, ഇൻ്റലക്ച്വൽ ലെവലിൽ ഓർഗനൈസ് ചെയ്യാനും റിമെമ്പർ ചെയ്യാനും ഉള്ള ആ ഒരു ക്വാളിറ്റീസ്, അതൊക്കെയാണ് ആ ഒരു ഫാക്ടേഴ്സാണ് കോഗ്നിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. ലേണിംഗ് മീൻസ് എ പെർമനൻറ്റ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ ലേണർ ത്രൂ എക്സ്പീരിയൻസ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സ്റ്റഡി. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മെഷർ ദ ലേണിംഗ്, ബട്ട് ദ റിസൾട്ട് ഓഫ് ലേണിംഗ് ക്യാൻ ബി മെഷേർഡ്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. അതായത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു പെർമനൻറ്റ് ചേഞ്ചാണ്. അത് പിന്നെ എന്താണ്, നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ മറക്കില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ പെർമനൻറ്റ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് ദ ലേണർ ത്രൂ എക്സ്പീരിയൻസ്, ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സ്റ്റഡി എന്നാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മെഷർ ദ ലേണിംഗ്. അതായത് ലേണിംഗ് അളക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ റിസൾട്ട് ഓഫ് ലേണിംഗ് ക്യാൻ ബി മെഷേർഡ്. Learner characteristics can be described as measuring the characteristics of learners such as behavior, nature, attitudes and psychological towards everything related to learning. There are few characteristics of learning given below. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഗുഡ് ലേണേഴ്സ് ആർ ക്യൂരിയസ്. എ ലേണർ ഈസ് നെവർ സാറ്റിസ്ഫൈഡ്. They are always hungry for information, love the discovery and try to find out the solution to problems. അതായത് ലേണർ ഒരിക്കലും ഒരു നല്ലൊരു ലേണർ എപ്പോഴും വളരെ ക്യൂരിയസ് ആയിരിക്കും. അവർ ഒരിക്കലും പഠിച്ച കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. വീണ്ടും പഠിക്കണമെന്നുള്ള, വീണ്ടും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുള്ള ഒരു ആകാംക്ഷ, ഒരു ക്യൂരിയോസിറ്റി ഒക്കെ അവർക്കുണ്ടായിരിക്കും. Learner collects the information about best study material and latest information. അത് നമ്മുടെ ഇപ്പോൾ UGC Net എക്സാമിനാണെങ്കിൽ പോലും നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരിൽ കുറേ പേരൊക്കെ നമുക്ക് വളരെ ക്യൂരിയസ് ആയിട്ട് നമ്മുടെ കമൻസിലൊക്കെ കാണാം. അവർക്ക് ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ കൂടുതൽ നോട്ട്സ്, കൂടുതൽ വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടി വളരെയധികം അതിന് താല്പര്യം കാണിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ലേണേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിനോടൊന്നും വലിയ താല്പര്യമില്ലാതെ അല്പം മാത്രം പഠിക്കുക, ആവശ്യത്തിനുള്ള കാര്യങ്ങൾ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രം പഠിക്കുക എന്നൊരു കാഴ്ചപ്പാടുള്ള ലേണേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ കെയർഫുള്ളി അണ്ടർസ്റ്റാൻഡിങ്. എ ഗുഡ് ലേണർ possesses the attribute of careful understanding. Most of the knowledge can be gained with the hard work and efforts. A learner should try to understand the subject matter carefully. An effective learner always try to interpret the stimulus, combine and differentiate them and give them some meaning. അതായത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഇതിനെ പറ്റിയാണ് കെയർഫുള്ളി, അതായത് വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അതിലുള്ള ടോപ്പിക്സൊക്കെ വളരെ വിശദമായിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ അടുത്തായിട്ട് സോഷ്യൽ ആൻഡ് പേഴ്സണൽ ക്വാളിറ്റി. എ ലേണർ ഹു ഹാസ് പേഴ്സണൽ ക്വാളിറ്റി അണ്ടർസ്റ്റാൻഡ്സ് സബ്ജക്ട്സ് മാറ്റർ ഈസിലി ആൻഡ് സോൾവ്സ് ദ പ്രോബ്ലംസ് വെരി ഫാസ്റ്റ്. അതായത് ഇത്തരത്തിലുള്ള ലേണേഴ്സ് സബ്ജക്റ്റ് മാറ്റർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുകയും അതിൽ വരുന്ന പ്രോബ്ലംസൊക്കെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യുകയും ചെയ്യും. ഡിഫറെൻറ്റ് ലേണേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ കോഗ്നിറ്റീവ് പവർ. അത് നമുക്കറിയാലോ.
പല ലേണേഴ്സിനും പല രീതിയിലാണ്, ഓരോരുത്തർക്കും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമ്മുടെ മെമ്മറി, നമ്മുടെ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. A learner who belongs to the different social structure may face the problem during the study at other place, but a good learner easily adapts and adjusts environment of the class. അപ്പോൾ പല ലേണേഴ്സിനും പല രീതിയിൽ, അതായത് നമ്മൾ പഠിക്കുന്ന എൻവയോൺമെൻറ്റ് പലർക്കും പല കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. ചിലർക്ക് എന്താണ് ഇന്ന സാഹചര്യത്തെ മാത്രമേ പഠിക്കാൻ, ശബ്ദമുള്ള സ്ഥലത്ത് നിന്ന് പഠിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചിലർക്കാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, ചിലർക്ക് ഗ്രൂപ്പായിട്ടാണ് പഠിക്കാൻ താല്പര്യം. അങ്ങനെ ഒരു ഗുഡ് ലേണർ എന്ന് പറയുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും പൊരുത്തപ്പെട്ട് പഠിക്കാൻ കഴിയുന്ന ആളായിരിക്കണം. Growth and development. Learner's characteristics are subject to his mental and intellectual growth and development. Education and training are helpful to positive growth and development. A good educationist takes the responsibility to himself of identifying the characteristics of the learner and developing skills into him or her. അപ്പോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ് പറയുന്നത്. ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മെൻ്റൽ ആൻഡ് ഇൻ്റലക്ച്വൽ ഗ്രോത്ത്. അതായത് നമ്മുടെ മാനസികമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലക്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉതകുന്ന രീതിയിൽ. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആ ഹെൽപ്ഫുൾ ടു പോസിറ്റീവ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, ട്രെയിനിങ് ഒക്കെ എന്താണ്, പോസിറ്റീവ് ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും സഹായകമാവുന്നുണ്ട്. അടുത്തായിട്ട് വില്ലിങ്നെസ് ടു ലേൺ. A learner is always willing to learn and open for information. He has a broad mental space and accepts the changes consistently. Inquisitive nature of learners develops an urge in them for acquiring more and more knowledge from their parents, siblings, neighbors, relatives, teachers, society and many more. അപ്പോൾ അതായത് പഠിക്കാനുള്ള വില്ലിങ്നെസ്സിനെയാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ലേണർ. അതായത് there's a difference between the interest and the attitude of learner. A teacher always plays an important role to assist the learners for their interest and aptitude so that they can guide according to their aptitude. അതായത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റും അതായത് ലേണറിൻ്റെ ആറ്റിറ്റ്യൂഡും ആണ് പറയുന്നത്. ഈസിലി അഡ്ജസ്റ്റ്മെൻറ്റ് ടു ചേഞ്ച്. Although it's not possible to every learner to adjust in every situation, as a different learner has different characteristics of adjustment. Some learner easily adapts classroom environment and some feel uncomfortable in the classroom environment. So good learners should adjust according to the situation. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അന്തരീക്ഷം, ക്ലാസ് റൂം സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അത് നമ്മളിപ്പം മുതിർന്ന കുട്ടികൾക്കൊക്കെയാണ്, അതായത് ഒരു പ്രായം കഴിഞ്ഞ് പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ പഠിക്കുന്നതിനേക്കാളും അവർക്ക് കംഫർട്ടബിളായിട്ട് ചിലപ്പോൾ വീട്ടിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു ഗുഡ് ലേണർ എന്ന് പറയുമ്പോൾ ഏതൊരു സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ആളായിരിക്കണം. നെക്സ്റ്റ്, ഇൻറ്റേർണൽ മോട്ടിവേഷൻ. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മോട്ടിവേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദ ലേണർ ടു അച്ചീവ് ദ ഗോൾസ്. Learners differ in their capacity of motivation. Some learners are easily motivated while some feel hesitation for a long time before they get motivated by the instructors. അതായത് ചിലർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ഏറ്റവും നല്ല ഉന്നത വിജയങ്ങളൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അവർ വളരെ പ്രധാനപ്പെട്ട അവർക്ക് ഈ ഒരു വിജയം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോട്ടിവേഷൻ തന്നെയായിരിക്കും. അതായത് അവരെപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് അതിന് ഇടയിൽ തളർന്നു പോവാതെ ചിലപ്പോൾ പല പരാജയങ്ങളും നേരിടേണ്ടി വന്നിട്ട് പിന്നീട് വിജയത്തിലേക്ക് എത്തിച്ചേർന്നതായിരിക്കും. അപ്പോൾ അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പഠിക്കാനും വിജയത്തിലേക്ക് എത്തിച്ചേരാനൊക്കെ പറ്റുന്നത്. അപ്പോൾ മറ്റൊരു ചിലർക്ക് ഇങ്ങനെയുള്ള ഈ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ മറ്റു ചിലർക്കാണെങ്കിൽ അവരുടെ ഇൻസ്ട്രക്ടേഴ്സ്, അതായത് അവരുടെ ടീച്ചേഴ്സൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ അവർ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. പിന്നെ സോഷ്യൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. ലേണേഴ്സ് കം ഫ്രം ഡിഫറെൻറ്റ് കൾച്ചർ, ഏരിയ ആൻഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ദീസ് ലേണേഴ്സ് പെർഫോം ഇൻ എ ഹോമോജീനിയസ് ഗ്രൂപ്പ്. Learners take some time to understand the classroom environment and adapt. It's very difficult for learners to adapt, understand and merge the different disciplines in the beginning. അതായത് പലരും പല സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരായിരിക്കും. അപ്പോൾ തുടക്കത്തിൽ പല ലേണേഴ്സിനും
ഇങ്ങനെ ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിൽ മറ്റുള്ളവരുമായിട്ടൊക്കെ ആ ഒരു ഡിസിപ്ലിനിലും അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുമായിട്ട് ഒക്കെ കൂടിച്ചേർന്ന് പഠിക്കാനൊക്കെ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ലേണിംഗ് പവർ. Some learners very quickly understand the questions and solve the problems. If the learners solve the problems easily, it means the understanding level of learner is high as compared to another person who takes more time to understand and solve the problems. അതായത് ലേണിംഗ് പവർ, പഠിക്കാനുള്ള കഴിവിനെ പറ്റിയാണ് പറയുന്നത്. ചിലരാണെങ്കിൽ പെട്ടെന്ന് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. മറ്റു ചിലർക്ക് അത്രയും പെട്ടെന്ന് കഴിയണമെന്നില്ല. അതാണ് ലേണിംഗ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ nervousness is a natural attribute of learners. If the learner feels nervousness, it means that they have lack of knowledge about the things. It can be removed with the help of ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അതായത് നെർവസ് ആയിട്ട് പല കുട്ടികളും ലേണേഴ്സ് നെർവസ് ആയിരിക്കുന്നത് കാണാറുണ്ട്. അതായത് അവർക്ക് കാര്യങ്ങളെപ്പറ്റി അറിവ് കുറവായിരിക്കും. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് നെർവസ് ആയിട്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലൂടെ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ക്രിയേറ്റിവിറ്റി. All learners have different approach to their lives. Most of the learners accept what is taught to them, but they have many creative abilities. They have the ability to explore the things and think innovations. അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പലർക്കും വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അത് നല്ല രീതിയിൽ പഠിക്കാനും അതുപോലെ തന്നെ കാര്യങ്ങൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനും ഒക്കെയുള്ള കഴിവ് പല ലേണേഴ്സിനും ഉണ്ടായിരിക്കും. In society, different persons have different professions such as doctors, scientists, innovators and discoverers are from the categories of learner who are creative. പിന്നെ കുറച്ച് important outcomes of learning. Learning is a blend of new or old learner. It's helpful to develop learner as well as society. It enhances the purposeful ability of learners. It helps the learner in adjusting to his environment. It results in a change in behavior of the learner. Learning is a product of heredity and environment. അപ്പോൾ ഇതൊക്കെ ലേണിങ്സിൻ്റെ ഔട്ട്കമാണ്. പിന്നെ അഡോളസെൻ്റ് ലേണേഴ്സ്. അപ്പോൾ അഡോളസെൻ്റ് ലേണേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ അഡൽട്ട് ലേണേഴ്സും ഉണ്ട്. അഡോളസെൻ്റ് എന്താണ്, നമ്മൾ കൗമാരക്കാരെയാണ് അഡോളസെൻ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു 10-19 വയസ്സ് വരെയുള്ള ആൾക്കാരെ നമുക്ക് അഡോളസെൻ്റ് ലേണേഴ്സ് എന്ന് പറയാം. കൗമാരപ്രായത്തിലുള്ള പഠിതാക്കളെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. അതായത് അക്കാഡമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണേഴ്സ് ഇൻക്ലൂഡ് എഡ്യൂക്കേഷൻ ടൈപ്പ്, എഡ്യൂക്കേഷൻ ലെവൽ ആൻഡ് നോളജ്. In young adolescents, intellectual development is not as visible as physical development, but it is just as intense. During early adolescence, youth exhibit a wide range of individual intellectual development, including metacognition and independent thought. അതായത് കൗമാരപ്രായക്കാരിലും മുതിർന്നവരിലേക്കാളിലും അവരുടെ ഇൻ്റലക്ച്വൽ ലെവൽ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അവർക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് തോട്ട് ഉണ്ടാവാനൊക്കെ ഈ ഒരു പ്രായത്തിലാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്തായിട്ട് സോഷ്യലാണ്. അഡോളസെൻ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് എ റോൾ ആൻഡ് പർപ്പസ്. It's an outward sense of oneself. Body image is a key factor in developing a sense of self and identity, especially for girls and the family, and increasingly peers play an important role assisting and supporting the adolescent to achieve adult roles. അതായത് ഈ ഒരു അവരുടെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അഡോളസെൻ്റ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുന്ന ഒരു പ്രായം, അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷിങ് എ റോൾ ആൻഡ് പർപ്പസ്, അത് ഈ ഒരു അഡോളസെൻ്റ് ഏജിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് അവരുടെ ഒരു പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അവരുടെ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ്. അവർ മുതിർന്നവരെക്കാളിലും അവർ സ്വന്തം കൂടെയുള്ള സുഹൃത്തുക്കൾ ഒക്കെയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനൊക്കെ അവർ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇമോഷണൽ. The way person thinks and feels about themselves and others, their inward thoughts is a key to their emotional development. Adolescents shifts moods rapidly and can become rebellious towards adults. They are sensitive to
criticism and easily get offended. അത് വളരെ ഇമോഷണലിൽ പറയുന്നത്. നമ്മൾ കൗമാരക്കാരിൽ കൂടുതലായിട്ടും കാണുന്ന ഒരു കാര്യമാണ് അവർ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവർക്ക് തീരെ അത് എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവരെപ്പോഴും അത് പോസിറ്റീവായിട്ട് കാണാൻ തയ്യാറാകാറില്ല. അവർ എപ്പോഴും വളരെ ആരെങ്കിലും അവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലെടുക്കാൻ കൗമാരക്കാർക്ക് കഴിയാറില്ല. അതുപോലെ തന്നെ അടുത്തായിട്ട് കോഗ്നിറ്റീവാണ്. Cognition is a process involving thought, rationale and perception. The physical changes of the brain that occur during adolescence follow typical patterns of cognitive development. They are characterized by the development of higher level cognition functioning that aligns with the changes in brain structure and function, particularly in the prefrontal cortex region. ഈ മെമ്മറിയായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ഈ ഒരു പ്രായത്തിലാണ് അവരുടെ ബുദ്ധി വികാസമൊക്കെ നടക്കുന്നത്. അതായത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് റീജിയനൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ആകുന്നതും അവരുടെ മെമ്മറിയൊക്കെ വർദ്ധിക്കുന്നതുമൊക്കെ ഈ ഒരു പ്രായത്തിലാണ്. പിന്നെ പറയുന്നത് അഡൽട്ട് ലേണേഴ്സാണ്. അഡൽട്ട് ലേണർ ഈസ് എ മെച്യൂർ സ്റ്റുഡൻറ്റ് ഹൂ ഈസ് അക്വയറിംഗ് ന്യൂ നോളജ് ആൻഡ് സ്കിൽസ്, ഡെവലപ്പിംഗ് ന്യൂ ആറ്റിറ്റ്യൂഡ്സ് after having reached mature intellectual, physical and social development. Adult learner is also used to describe any person socially accepted as an adult who is involved in a systematic learning process, whether it's formal education, informal learning or corporate sponsored learning as a full-time or part-time learner. അതായത് അഡൽട്ട് ലേണർ എന്ന് പറഞ്ഞാൽ മുതിർന്നവർ ഒരു 24-25 വയസ്സ് മുതൽ ഒരു 65 വയസ്സ് വരെയുള്ളവരൊക്കെയാണ് നമ്മൾ അഡൽട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പഠിക്കുന്ന ആൾക്കാരെയാണ് അഡൽട്ട് ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അഡൽട്ട് ലേണേഴ്സ് ആർ ജനറലി സെൽഫ് ഡിറക്റ്റഡ്. അവരെപ്പോഴും സെൽഫ് ഡിറക്റ്റഡ് ആയിരിക്കും. അഡൽട്ട് ലേണേഴ്സ് നീഡ് ടു നോ ദ ഇമ്പോർട്ടൻസ് ആൻഡ് റിലവൻസ് ഓഫ് വാട്ട് ദേ ആർ ലേണിംഗ്. അപ്പോൾ അഡolescent ലേണേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് എപ്പോഴും പഠിക്കുന്ന കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ റിലവൻസ് എന്താണ് എന്നതൊക്കെ അറിയണം. അഡൽട്ട്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവർക്ക് ആ ഒരു പഠനത്തിൽ അവരെ സഹായിക്കുന്നുണ്ട്. Adults are results oriented and want to shift quickly from theory to application. അവരെപ്പോഴും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും പഠനത്തെ പറ്റി, അതിൻ്റെ റിസൾട്ടിനെ പറ്റിയൊക്കെ. അപ്പോൾ എപ്പോഴും അവർ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തിയറി ടു അപ്ലിക്കേഷൻ ലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. Adult learners are intrinsically motivated and work best when learning has clear relevant goals. അതായത് അവർ അഡൽട്ട് ലേണേഴ്സ് എപ്പോഴും വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അവർ ലേണിങ് എന്താണ് ഒരു ക്ലിയർ ആയിരിക്കുമ്പോൾ അതിന് നല്ല ഒരു റിലവൻ്റ് ആയിട്ടുള്ള ഗോൾസൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അവർ വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഇതിന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓട്ടോണമി. അഡൽട്സ് ടിപ്പിക്കലി പ്രിഫർ എ സെൻസ് ഓഫ് കൺട്രോൾ ആൻഡ് സെൽഫ് ഡിറക്ഷൻ. ദേ ലൈക്ക് ഓപ്ഷൻസ് ആൻഡ് ചോയ്സ് ഇൻ ദ ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഈവൻ അഡൽട്സ് ഹൂ ഫീൽ ആൻസൈറ്റി ഫ്രം സെൽഫ് ഡിറക്ഷൻ മേ ലേൺ ടു അപ്രീഷിയേറ്റ് ദിസ് അപ്രോച്ച് ഇഫ് ഗിവൺ പ്രോപ്പർ ഇനീഷ്യൽ സപ്പോർട്ട്. അപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഗോൾ ഓറിയൻറ്റഡ് ആണ്, അതുപോലെ തന്നെ പ്രാക്ടിക്കലാണ്. പിന്നെ കോമ്പിറ്റൻസ് ആൻഡ് മാസ്റ്ററി. അഡൽട്സ് ലൈക്ക് ടു ഗെയിൻ കോമ്പിറ്റൻസ് ഇൻ വർക്ക്പ്ലേസ് സ്കിൽസ് ആസെറ്റ് ബൂസ്റ്റ് കോൺഫിഡൻസ് ആൻഡ് ഇംപ്രൂവ് സെൽഫ് എസ്റ്റീം. പിന്നെ ലേണിംഗ് ബൈ എക്സ്പീരിയൻസ്. പിന്നെ വെൽത്ത് ഓഫ് നോളജ്, പർപ്പസ്ഫുൾ, ഇമോഷണൽ ബാരിയേഴ്സ്, റിസൾട്ട് ഓറിയൻറ്റഡ്, ഔട്ട്സൈഡ് റെസ്പോൺസിബിലിറ്റീസ്, പൊട്ടൻഷ്യൽ ഫിസിക്കൽ ലിമിറ്റേഷൻസ്, ബിഗ് പിക്ചർ. അപ്പോൾ ഇതൊക്കെയാണ് അഡൽട്ട് ലേണേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. തുടർന്നും വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഈ ചാനലിലെ മറ്റെല്ലാ വീഡിയോസും കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോസ് ടാബിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് സന്ദർശിക്കുക. താങ്ക്